കുറച്ച് നാൾ മുന്നേ വരെ ഞാൻ വയ്യെങ്കിലും എങ്ങനെയും കടിച്ചു പിടിച്ച് ജോലിക്ക് പോകാൻ നോക്കും. എന്നിട്ട് ജോലി കഴിഞ്ഞ് പട്ടിക്കുട്ടിയായി തിരിച്ചെത്തും. വയ്യാണ്ട് ജോലിക്ക് പോയിട്ട് എനിക്ക് കൂടുതൽ സാലറി ഒന്നും ആരും തന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ആരോഗ്യമാണേൽ കീപ്പോട്ടും പോയി. അങ്ങനെ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു ദിവസം അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. വയ്യെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം. സൂപ്പർ വുമൺ കളിച്ച് ജോലിക്ക് പോകുന്നത് ഞാൻ അങ്ങോട്ട് നിർത്തി. സോ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. രാവിലെ തന്നെ ഒരു സ്ലോ മോർണിംഗിന് ശേഷം ഞാൻ ജോലിയിൽ വിളിച്ചു പറഞ്ഞു, എന്നെ ഇന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട എന്ന്. എണ്ണീറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ കോഫി ഇട്ടു. ഈ പാല് തിളച്ചതിന് ശേഷം ഞാൻ 1 മിനിറ്റ് മൈക്രോവേവിൽ തന്നെ വെക്കും. അപ്പോൾ ഈ പാട മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. പാടേൻ്റെ ഒരു അംശം എനിക്ക് കോഫി കുടിക്കാൻ നേരം കിട്ടിയാൽ അന്നത്തെ മൂഡ് കംപ്ലീറ്റ്ലി ഔട്ടാകും. സാധാരണ ഞാൻ ബ്രെഡിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്ലൈസസ് എടുത്ത് കളയാറാണ് പതിവ്. ബട്ട് ഇന്ന് ഞാൻ അതാണ് കഴിക്കുന്നത്. അതിനുള്ള വിശപ്പേ ഉള്ളൂ. ഈ ബ്രെഡും പീനട്ട് ബട്ടറുമാണ് എൻ്റെ ഒരു സ്റ്റേബിൾ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ചില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതായിട്ട് എനിക്കൊരു ഫീലില്ല. അങ്ങനെ രാവിലെ ബ്രെഡും പീനട്ട് ബട്ടറും എല്ലാം കഴിച്ച് ഞാൻ പിള്ളേരെയും കൊണ്ട് സമ്മർ ക്യാമ്പിന് പോയി. കുറച്ച് ലേറ്റായി, പക്ഷേ എന്നാലും സാരമില്ല. നേരത്തെ അവിടെ ചെന്ന് വെച്ച് വലിയ കഥയൊന്നുമില്ല, ചുമ്മാ കളിയല്ലേ ഉള്ളൂ ഫുൾ ഡേ. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചാലും നോ പ്രോബ്ലം. അങ്ങനെ പിള്ളേരെ സമ്മർ ക്യാമ്പിന് കൊണ്ട് വിട്ടേച്ച് തിരിച്ചു വന്ന് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി അതും കൊണ്ട് വെളിയിൽ പോയി കുറച്ച് നേരം ഇരുന്നു. വെളിയിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അങ്ങ് കാട് മാത്രമേ ഉള്ളൂ. കുറേ നേരം കാട്ടിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ അങ്ങകത്തങ്ങ് കയറിപ്പോയി. ഉച്ചയ്ക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു ഫുഡും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അപ്പോഴാണ് നൂഡിൽസ് കഴിക്കണമെന്നൊരു ക്രേവിങ് വന്നത്. അങ്ങനെ ഞാനൊരു മുട്ടയും കൂടെ ഉണ്ടാക്കി, ഒരു ബുൾസൈ ഉണ്ടാക്കി അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല, അത് തിരിഞ്ഞ് ഒരൊറ്റ പോക്ക് പോയി. പിന്നെ ഞാൻ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും അത് നേരെയാക്കി. അങ്ങനെ സ്വാദിഷ്ടമായ ഒരു ലഞ്ചിന് ശേഷം ഞാൻ കുറച്ച് നേരം TV കാണാമെന്ന് വിചാരിച്ചു. പെൻഡിങ് ആയിട്ട് വെച്ചിരുന്ന കുറച്ച് ഷോസൊക്കെ ഉണ്ട്. അപ്പം അതുപോലൊരു ഷോയാണ് ഹീരാമണ്ഡി. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഹീരാമണ്ഡി കണ്ടു. ആവി പിടിക്കണം എന്ന് ഏകദാണ്ട് ഒരു 100 വട്ടം എൻ്റെ പേരൻസും എൻ്റെ ഫ്രണ്ടും പറഞ്ഞു. അതുകൊണ്ട് വലിയ താല്പര്യമില്ലേലും ഞാൻ കുറച്ച് നേരം ആവി പിടിച്ചു. എൻ്റെ വൈറസ് അങ്ങനെ പമ്പ കടന്നു. വയ്യാണ്ട് ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോഴാണ് ശരിക്കും നമുക്ക് റെസ്റ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായത്. ശരിക്കും കുറേ നേരം ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ ഇരുന്നപ്പോൾ തന്നെ നല്ല ആശ്വാസമുണ്ട്.